Hello friends and welcome back to my channel Biomate. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BSc സുവോളജിയിലെ ഫൈലം ആർത്രോപോഡ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പിനിയസിലെ സെഫാലിക് അപ്പൻഡേജസും എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തൊറാക്സിക് അപ്പൻഡേജസ് ആണ്. സോ സെഫാലിക് അപ്പൻഡേജസിൻ്റെയും എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിൻ്റെയും വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തൊറാക്സിക് അപ്പൻഡേജസിലെ 8 പെയേഴ്സ് ഓഫ് അപ്പൻഡേജസ് ആണുള്ളത്. അതിൽ മാക്സിലോപിഡ്സും പിരിയോപോഡ്സ് ആണുള്ളത്. മാക്സിലോപിഡ്സിലാണെങ്കിൽ 3 പെയേഴ്സ്, ദാറ്റ് ഈസ് ഫസ്റ്റ് മാക്സിലോപിഡ്, സെക്കൻഡ് മാക്സിലോപിഡ്, തേർഡ് മാക്സിലോപിഡ്. ഇനി പിരിയോപോഡ്സിലാണെങ്കിൽ പിരിയോപോഡ്സ് അല്ലെങ്കിൽ വാക്കിംഗ് ലെഗ്സ് എന്നാണ് പറയുന്നത്. അതിനകത്താണെങ്കിൽ കീലേറ്റ് ലെഗ്സും നോൺ കീലേറ്റ് ലെഗ്സും. സോ അതിന് മുമ്പായിട്ട് നമ്മളുടെ അപ്പൻഡേജസിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ തൊറാക്സിക് അപ്പൻഡേജസിൽ നമുക്കറിയാം അപ്പൻഡേജസിലുള്ള സെഗ്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് പോഡോമിയസ്. അപ്പം തൊറാക്സിക് അപ്പൻഡേജസിലാണെങ്കിൽ പ്രോട്ടോപോഡേറ്റും എൻഡോപോഡേറ്റും എക്സോപോഡേറ്റും പ്രസൻ്റ് ആണ്. അതിൽ പ്രോട്ടോപോഡേറ്റിന് 2 പോഡോമിയസ് ആണുള്ളത്, അല്ലെങ്കിൽ 2 സെഗ്മെൻറ്റ്സ് ആണുള്ളത്. ഇനി എൻഡോപോഡേറ്റിനാണെങ്കിൽ 5 പോഡോമിയസ് പ്രസൻ്റ് ആണ്. എക്സോപോഡേറ്റ് ആണെങ്കിൽ അൺസെഗ്മെൻറ്റഡ് ആണ്. സോ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പ്രോട്ടോപോഡേറ്റ് 2 പോഡോമിയസ് പ്രസൻ്റ് ആണ്, എൻഡോപോഡേറ്റിൽ 5 പോഡോമിയസ് പ്രസൻ്റ് ആണ്, എക്സോപോഡേറ്റ് ആണെങ്കിൽ അൺസെഗ്മെൻറ്റഡ് ആണ്. ഇനി എൻഡോപോഡേറ്റിന് പോഡോമിയസിന് പറയുന്ന പേരാണ് താഴ്ന്ന് തുടങ്ങിയാൽ ബേസിൽ നിന്ന് തുടങ്ങിയാൽ ഇഷിയം, മീറസ്, കാർപ്പസ്, പ്രൊപ്പോഡസ് ആൻഡ് ഡാക്ടിലസ്. ഇതാണ് എൻഡോപോഡേറ്റിൻ്റെ 5 പോഡോമിയസ്. ഇനി പ്രോട്ടോപോഡേറ്റിൻ്റെ 2 പോഡോമിയസ് എന്ന് പറയുന്നത് പ്രോക്സിമൽ കോക്സയും ഡിസ്റ്റൽ ബേസിസുമാണ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നമുക്ക് മാക്സിലോപിഡ്സിലേക്ക് പോകാം. മാക്സിലോപിഡിൽ ഫസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാക്സിലോപിഡാണ്. നമുക്ക് ആദ്യം അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു എക്സോപോഡേറ്റും ഉണ്ട്, എൻഡോപോഡേറ്റും ഉണ്ട്, അതിന് പ്രോട്ടോപോഡേറ്റും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പറയുവാണെങ്കിൽ ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്. ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഈ ഫോളിയേഷ്യസ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഫോളിയേഷ്യസ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ലീഫ് ലൈക്ക് അപ്പിയറൻസ് ആണ്. അങ്ങനെയുള്ള ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ് മാക്സിലോപിഡ്, ഫസ്റ്റ് മാക്സിലോപിഡിനുള്ളത്. അതിൽ അവർക്ക് പ്രോട്ടോപോഡേറ്റും ഉണ്ട്, എക്സോപോഡേറ്റും ഉണ്ട്, എൻഡോപോഡേറ്റും ഉണ്ട്. ഇനി ഓരോന്നിൻ്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്ന സമയത്ത് പ്രോട്ടോപോഡേറ്റ് ഫസ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ പ്രോട്ടോപോഡേറ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള 2 ലോബായിട്ട് കാണുന്ന സ്ട്രക്ചറാണ്. ഒന്ന് ഒരു ലോബും പ്രോക്സിമൽ ലോബും പിന്നെ വരുന്നത് ഡിസ്റ്റൽ ലോബും. അപ്പോൾ പ്രോക്സിമൽ ലോബും ഉണ്ട്, ഡിസ്റ്റൽ ലോബും ഉണ്ട്. അത് മാത്രമല്ല അവരിൽ ഫെദറി അപ്പിയറൻസ് ആണ് അവർക്കുള്ളത്, അതായത് സീറ്റോസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബ്രിസ്റ്റിൽ ലൈക്ക് ഫെദറി അപ്പിയറൻസ് അവിടെ എഡ്ജസിലുള്ളെങ്കിലാണ് അത് സീറ്റോസ് പ്രോസസ്സ്. ഇത് ആർക്കുണ്ട്? പ്രോട്ടോപോഡേറ്റ് എന്ന സ്ട്രക്ചറിലുണ്ട്. ഇനി എക്സോപോഡേറ്റ് ആണെങ്കിൽ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ലീഫ് ലൈക്ക് ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ എക്സോപോഡേറ്റ് നമ്മൾ വരച്ചു. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഉള്ളതാണ് എൻഡോപോഡേറ്റ്. 5 സെഗ്മെൻ്റ് ആയിട്ട് വരയ്ക്കണം. അതിൻ്റെയും എഡ്ജിലായിട്ട് ലീഫ് ലൈക്ക് ഫെദറി ലൈക്ക് അപ്പിയറൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പ്രോട്ടോപോഡേറ്റ്, പിന്നെ എൻഡോപോഡേറ്റ് അതിൻ്റെ ചേർത്ത് വരച്ചു, പിന്നെ എക്സോപോഡേറ്റ് വരച്ചു. ഇനി നമ്മളുടെ എക്സോപോഡേറ്റ് പ്രോട്ടോപോഡേറ്റും കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്ന താഴെ ഒരു ട്രയാങ്കുലർ സ്ട്രക്ചർ ഉണ്ട്. അതിനെ പറയുന്ന പേര് എപ്പിപോഡേറ്റ് എന്നാണ്. ഈ എപ്പിപോഡേറ്റ് റെസ്പിറേറ്ററി ഫംഗ്ഷനാണ്. നമ്മൾ റെസ്പിറേഷൻ പഠിക്കുമ്പോൾ പഠിക്കും. സോ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ ആദ്യം എപ്പിപോഡേറ്റ് തൊട്ടും തുടങ്ങാം, അല്ലെങ്കിൽ പ്രോട്ടോപോഡേറ്റും എൻഡോപോഡേറ്റും എക്സോപോഡേറ്റും ഇതുപോലെ വരച്ചതിന് ശേഷം താഴെ എപ്പിപോഡേറ്റ് അത് ജോയിൻ ചെയ്ത് വരച്ചാലും മതി. അപ്പോൾ ഇത്രയാണ് പ്രോട്ടോപോഡേറ്റും എൻഡോപോഡേറ്റും എക്സോപോഡേറ്റും. ഇനി നമ്മൾ നോട്ടിലേക്ക് പോകുവാണെങ്കിൽ ഏറ്റവും സിമ്പിളാണ്. ഫൊളീഷ്യസ് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് ആർക്കുള്ളത്? ഫസ്റ്റ് മാക്സിലോപോഡിനുള്ളത്. അതെന്താണ് നമ്മൾ പറഞ്ഞു, ലീഫ് ലൈക്ക് അപ്പിയറൻസ് ആണ്. പിന്നെ അവർക്ക് പ്രോട്ടോപോഡേറ്റും എൻഡോപോഡേറ്റും എക്സോപോഡേറ്റും പ്രസൻ്റ് ആണ്, അത് നമ്മൾ പറഞ്ഞു. പ്രോട്ടോപോഡേറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്മോൾ ലോബ് ഉള്ളതും പിന്നെ ഡിസ്റ്റൽ ബേസിസ് ഉള്ള 2 പോഡോമിയസ് ഉള്ള ഒരു സ്ട്രക്ചറാണ് പ്രോട്ടോപോഡേറ്റ്. പിന്നെ അവരുടെ എഡ്ജിലായിട്ട് സീറ്റോസ് പ്രോസസ്സ് ഉണ്ട്, അതായത് ബ്രിസ്റ്റിൽ ലൈക്ക് അപ്പിയറൻസ് ഉണ്ട്. പിന്നെ എക്സോപോഡേറ്റ് ആണെങ്കിൽ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള അൺസെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ലീഫ് ലൈക്ക് സ്ട്രക്ചർ ബ്രോഡ് ബേസ്ഡ് ആണ് അവർക്കുള്ളത്. എൻഡോപോഡേറ്റ് ആണെങ്കിൽ 5 സെഗ്മെൻ്റ് ഉള്ള പ്രോട്ടോപോഡേറ്റും 5 സെഗ്മെൻറ്റുള്ള സ്ട്രക്ചറാണ് എൻഡോപോഡേറ്റ്. ഇനി ഈ എപ്പിപോഡേറ്റും പ്രോട്ടോപോഡേറ്റും കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്ന പ്രോട്ടോപോഡേറ്റും എക്സോപോഡേറ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ വരും, അതാണ് എപ്പിപോഡേറ്റ്. ദാറ്റ് ഈസ് എപ്പിപോഡേറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു പ്രോട്ടോപോഡേറ്റ് ആൻഡ് എക്സോപോഡേറ്റ്. ഒരു ട്രയാങ്കുലർ സ്ട്രക്ചറാണ്, അത് എഴുതി കൂടി ചേർക്കുക. പിന്നെ എപ്പിപോഡേറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെസ്പിറേഷനാണ്. സോ ഇതാണ് ഫസ്റ്റ് മാക്സിലോപോഡ്. ഇനി നമുക്ക് സെക്കൻഡ് മാക്സിലോപോഡ് പഠിക്കാം. സെക്കൻഡ് മാക്സിലോപോഡിലും എന്തുണ്ട്? എൻഡോപോഡേറ്റും എക്സോപോഡേറ്റും എപ്പിപോഡേറ്റും ഉണ്ട്. അതിൽ പ്രോട്ടോപോഡേറ്റും എൻഡോപോഡേറ്റും എക്സോപോഡേറ്റും ഉണ്ട്, എപ്പിപോഡേറ്റും ഉണ്ട്. ഈ പ്രോട്ടോപോഡേറ്റിൻ്റെയും എൻഡോപോഡേറ്റിൻ്റെയും എക്സോപോഡേറ്റിൻ്റെയും കാര്യം നമുക്ക് ആദ്യം പറയാം.
നമ്മൾ പറഞ്ഞു പ്രോട്ടോപൊഡേറ്റിന് 2 പൊഡോമീസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ നോക്കിയാൽ പ്രോട്ടോപൊഡേറ്റിൻ്റെ ആദ്യത്തെ പൊഡോമിയർ ആയിട്ടുള്ള ഏതാണ് പ്രോക്സിമൽ കോക്സ് നമ്മൾ ഫസ്റ്റ് വരച്ചു. അതിൻ്റെ മുകളിലായിട്ട് ഡിസ്റ്റൽ ബേസിസ് വരച്ചു. ഈ പ്രോക്സിമൽ കോക്സിലുള്ള ഒരു സ്ട്രക്ചറാണ് എപ്പിപൊഡേറ്റ്. അത് മാത്രമല്ല എപ്പിപൊഡേറ്റ് ട്രയാങ്കുലർ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് മാക്സിലിപ്പിഡിന്. സെക്കൻഡ് മാക്സിലിപ്പിഡിനാണെങ്കിൽ അത് വൈ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. സോ നമ്മളിപ്പോൾ ഈ പ്രോട്ടോപൊഡേറ്റിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രോക്സിമൽ കോക്സയിൽ എപ്പിപൊഡേറ്റ് വരച്ചു. അതിന് മുകളിലായിട്ട് അടുത്ത സെഗ്മെൻ്റ് ഉണ്ട്. അത് ഏതാണ് ബേസിസ് ആണ്, ഡിസ്റ്റൽ ബേസിസ് ആണ്. ഈ ഡിസ്റ്റൽ ബേസിസിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാണ് ഈ ഒരു എൻഡോപൊഡേറ്റും എക്സോപൊഡേറ്റും ഉള്ളത്. എൻഡോപൊഡേറ്റ് നമുക്കറിയാം 5 സെഗ്മെൻറ്റഡ് ആണ്. മാത്രമല്ല ഇതൊരു കർവ്ഡ് ആയിട്ടാണ് ഈ സെക്കൻഡ് മാക്സിലിപ്പിഡിൽ കാണുന്നത്. സോ നമ്മൾ കർവ്ഡ് ആയിട്ടുള്ള എൻഡിപൊഡേറ്റ് വരച്ചു. പിന്നെ വരുന്നത് എക്സോപൊഡേറ്റ് ആണ്. അതും നമ്മളുടെ പ്രോട്ടോപൊഡേറ്റിൻ്റെ ബേസിസിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ എക്സോപൊഡേറ്റ് ഒരു ഒറ്റ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു കർവ് ഒന്നും ഇല്ലാത്ത ഒരു ഒറ്റ ഷേപ്പാണ് എന്ന് പറയുന്നത് ഈ എക്സോപൊഡേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പിപൊഡേറ്റും പ്രോട്ടോപൊഡേറ്റും എൻഡോപൊഡേറ്റും എക്സോപൊഡേറ്റും വരച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഒരു നോട്ടിലേക്ക് പോകാം. അപ്പോൾ പ്രോട്ടോപൊഡേറ്റ് എന്ന് പറയുന്നത് 2 പൊഡോമീസ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. പ്രോക്സിമൽ കോക്സയുണ്ട്, ഡിസ്റ്റൽ ബേസിസും ഉണ്ട്. ആൻഡ് എൻഡോപൊഡേറ്റ് ഹാസ് 5 സെഗ്മെൻറ്റ് കർവ്ഡ് ആയിട്ടുള്ളതാണ്. എക്സോപൊഡേറ്റ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഫെദറി എഡ്ജസും സ്ട്രിയേഷൻസും ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ്. പിന്നെ വൈ ഷേപ്ഡ് ആയിട്ടുള്ള എപ്പിപൊഡേറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ കോക്സ് ഓഫ് ദി പ്രോട്ടോപൊഡേറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ നോട്ട്. ഈ ഒരു സെക്കൻഡ് മാക്സിലിപ്പിഡ്. അപ്പോൾ ഫസ്റ്റ് മാക്സിലിപ്പിഡും സെക്കൻഡ് മാക്സിലിപ്പിഡും സിമ്പിളാണ്, നമ്മൾ വരച്ചു. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് തേർഡ് മാക്സിലിപ്പിഡാണ്. തേർഡ് മാക്സിലിപ്പിഡും സിമ്പിളാണ്. തേർഡ് മാക്സിലിപ്പിഡിൽ പറയുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് മാക്സിലിപ്പിഡിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഏകദേശം ഈ തേർഡ് മാക്സിലിപ്പിഡ് എന്ന് പറയുന്നത്. അതിൽ വ്യത്യാസം എന്ന് പറയുന്നത് എൻഡോപൊഡേറ്റ് സ്ട്രെയിറ്റ് ആണ്. പക്ഷേ നമ്മുടെ സെക്കൻഡ് മാക്സിലിപ്പിഡിലാണെങ്കിൽ എൻഡോപൊഡേറ്റ് കർവ്ഡ് ആണ്. പക്ഷേ തേർഡ് മാക്സിലിപ്പിഡിലാണെങ്കിൽ എൻഡോപൊഡേറ്റ് സ്ട്രെയിറ്റൻഡ് ആണ്. എപ്പിപൊഡേറ്റ് ഒക്കെ ഏതുപോലെ തന്നെയാണ്, സെക്കൻഡ് മാക്സിലിപ്പിഡിനെ പോലെ തന്നെയാണ്, വൈ ഷേപ്ഡ് ആണ്. അത് മാത്രമല്ല എക്സോപൊഡേറ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സ്ട്രിയേഷൻസ് ഒക്കെ ഉള്ള ഒരു ഫെദറി എഡ്ജസ് ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചറാണ് എക്സോപൊഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ എൻഡോപൊഡേറ്റാണ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടെന്ന് പറഞ്ഞേക്കുന്നത്. പിനീസിൻ്റെ സെക്കൻഡ് മാക്സിലിപ്പിഡിലാണെങ്കിൽ എൻഡോപൊഡേറ്റ് എന്താണ്, കർവ്ഡ് ആണ്. എക്സോപൊഡേറ്റ് ഒരു സ്ട്രെയിറ്റ് ഉണ്ട്, നല്ല ഫ്ലാറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറായിട്ടാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ പിനീസിൻ്റെ തേർഡ് മാക്സിലിപ്പിഡിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ എൻഡോപൊഡേറ്റ് കർവ്ഡ് അല്ല, സ്ട്രെയിറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എക്സോപൊഡേറ്റും കർവ്ഡ് അല്ല, പക്ഷേ എൻഡോപൊഡേറ്റിനെക്കാട്ടി കുറച്ച് കർവ്ഡ് ആയിട്ട് വരയ്ക്കണം. നമ്മൾ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്ന രീതിയിൽ അത് വരയ്ക്കുക. അപ്പോൾ എൻഡോപൊഡേറ്റ് ഇവിടെ നല്ല ഫ്ലാറ്റായിട്ടും എക്സോപൊഡേറ്റ് കുറച്ച് കർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൽ ഫെദറി അപ്പിയറൻസ് ഒക്കെ ഉണ്ട്. പ്രോട്ടോപൊഡേറ്റിൻ്റെ പ്രോക്സിമലായിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രോക്സിമലായിട്ടുള്ള ലോബി തന്നെയാണ് ഇവിടെ എന്തുള്ളത്, എപ്പിപൊഡേറ്റ് ഉള്ളത്. അത് വൈ ഷേപ്ഡ് ആയിട്ടാണ് കാണുന്നത്. സോ എപ്പിപൊഡേറ്റ് നമ്മുടെ ഈ ഫസ്റ്റ് മാക്സിലിപ്പിഡിലും സെക്കൻഡ് മാക്സിലിപ്പിഡിലും തേർഡ് മാക്സിലിപ്പിഡിലും ഉണ്ട്. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക, നമ്മുടെ റെസ്പിറേഷനിൽ ഹെൽപ്ഫുൾ ആവും. നമുക്ക് നോട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് സിമിലർ ടു ദ സെക്കൻഡ് മാക്സിലിപ്പിഡ്. എൻഡോപൊഡേറ്റ് ഹാസ് 5 സെഗ്മെൻറ്റ്, സ്ട്രെയിറ്റ് ആണ്. എക്സോപൊഡേറ്റ് ഫ്ലാറ്റ് ആണ്, സ്ട്രിയേഷൻസ് ഉണ്ട്, ഫെദറി എഡ്ജസ് ആണ്. വൈ ഷേപ്ഡ് എപ്പിപൊഡേറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ കോക്സ് ഓഫ് ദി പ്രോട്ടോപൊഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാക്സിലിപ്പിഡും സെക്കൻഡ് മാക്സിലിപ്പിഡും പഠിച്ചു, തേർഡ് മാക്സിലിപ്പിഡും പഠിച്ചു. വരയ്ക്കാനും എഴുതാനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തെന്ന് പറയുന്നത് പിയോപോഡ്സ് ആണ്, അല്ലെങ്കിൽ വാക്കിംഗ് ലെഗ്സ്. അതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് കീലേറ്റ് ലെഗ്സും 2 നോൺ കീലേറ്റ് ലെഗ്സും. പിയോപോഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ലെഗ്സ് ആണ്. ആദ്യത്തെ 3 പേയേഴ്സ് എന്ന് പറയുന്നത് കീലേറ്റ് ലെഗ്സ് അല്ലെങ്കിൽ കെല്ലിപെഡ്സും. പിന്നെ വരുന്ന 2 പേയേഴ്സ് എന്ന് പറയുന്നത് നോൺ കീലേറ്റ് ലെഗ്സും ആണ്. കീലേറ്റ് ലെഗ്സിന് വരുന്ന വേറൊരു പേരാണ് കീലിപെഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പിരിയോപോഡ്സിലുള്ള നമ്മളുടെ സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ പോഡോമിയസിൻ്റെ പേരെന്താണ്, ഇഷിയം, മീറസ്, കാർപ്പസ്, പ്രൊപ്പോഡസ് ആണെന്ന് പറഞ്ഞു. പ്രൊപ്പോഡസും ഡാക്റ്റിലസും. അത് നമ്മൾ കീലേറ്റ് ലെഗ് വരയ്ക്കുമ്പോൾ അത് 5ഉം അതുപോലെ വരയ്ക്കുന്നു. ഫസ്റ്റ് ഇഷിയം, പിന്നെ മീറസ്, പിന്നെ കാർപ്പസ്, പിന്നെ പ്രൊപ്പോഡസും, പിന്നെ ഡാക്റ്റിലസും വരച്ചു. ഇനി ഡാക്റ്റിലസ് എന്ന് പറയുന്നത് അവസാനത്തെ സെഗ്മെൻ്റ് ആയിട്ടുള്ള ഡാക്റ്റിലസ് എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പോഡസിലേക്ക് ചേർന്ന ഒരു ആർട്ടിക്കുലേഷൻ, ഒരു പിൻസർ കണക്കാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് രണ്ടും അറ്റാച്ച് ചെയ്ത രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ളൊരിത് എന്തിനെ ഫോം ചെയ്യുന്നു, ഒരു ആർട്ടിക്കുലേഷൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യുന്നു. എന്താ പറയുക, നമ്മളുടെ അപ്പാരറ്റസ് ഇങ്ങനെ ഫോം ചെയ്യുന്നത് കൊണ്ട്, ഈ ഡാക്റ്റിലസും പ്രൊപ്പോഡസും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു ഹിഞ്ച്ഡ് ആർട്ടിക്കുലേഷനാണ് ഫോം ചെയ്യുന്നത്. ഇതെന്തിനെന്ന് പറഞ്ഞാൽ ഫുഡിനെ ഗ്രാസ്പ് ചെയ്യാനും മൗത്തിലേക്ക് ഫുഡ് പാസ് ചെയ്യാനും ആയിട്ടുള്ളൊരു ഹെൽപ്പ് ചെയ്യാനാണ് ഈ കീലേറ്റ് ലെഗ്സിന് ഇങ്ങനെ ഒരു ആർട്ടിക്കുലേഷനൊക്കെ വരുന്നത്. അപ്പം അത് മാത്രമല്ല, ഇപ്പം ഇഷിയവും മീറോസും കാർപ്പസും പ്രൊപ്പോഡസും ഡാക്റ്റിലസുമാണ് നമ്മൾ വരച്ചത്. അതിനുശേഷം നമ്മൾ പ്രോട്ടോപൊഡേറ്റ് ഉണ്ട്. പ്രോട്ടോപൊഡേറ്റ് അതുപോലെ തന്നെയാണ് നമ്മളുടെ മാക്സിലിപിഡ്സിൽ വരച്ചതുപോലെ പ്രോക്സിമൽ കോക്സയും ഡിസ്റ്റൽ ബേസിസും വരയ്ക്കണം. ഇനി പ്രോക്സിമൽ കോക്സയിൽ വൈ ഷേപ്ഡ് ആയിട്ടുള്ള എപ്പിപൊഡേറ്റും വരയ്ക്കണം.
അപ്പം ഇത്രയേ ഉള്ളൂ കീലേറ്റൽ എക്സ് എന്ന് പറയുന്നത്. കീലേറ്റൽ എക്സിൽ ഫസ്റ്റ് നമ്മൾ പ്രോട്ടോപോഡൈറ്റിലെ 2 സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ പോഡോമിയസ് വരച്ചു. അതിൽ പ്രോക്സിമൽ കോക്സിൽ എപ്പിപോഡൈറ്റിൻ്റെ സ്ട്രക്ചർ വരച്ചു. പിന്നെ ഇഷിയം, മീറസ്, കാർപ്പസ്, പ്രൊപ്പോഡസും ഡെക്റ്റിലസും വരച്ചു. ശ്രദ്ധിക്കേണ്ടത് പ്രൊപ്പോഡസിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ആർട്ടിക്കുലേഷൻ പോലെയാണ് ഈ ഡെക്റ്റിലസിനെ വരയ്ക്കാനുള്ളത്. നമുക്ക് നോട്ട് നോക്കുവാണെങ്കിൽ എല്ലാ കീലേറ്റൽ എക്സും ഒരുപോലത്തെ സ്ട്രക്ചറാണ്, ഐഡൻറ്റിക്കലാണ്. അതിൽ മൂന്നാമത്തത് മാത്രം ചെറിയൊരു ലോങ്ങസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഏകദേശം എല്ലാ കീലേറ്റൽ എക്സും ഐഡൻറ്റിക്കലാണ്. Then the 5 jointed endopodate shows chelate articulation of terminal 2 podomies, the propodes and dactylus. നമ്മൾ പറഞ്ഞു propodes and dactylus കൂടി ഒരു ആർട്ടിക്കുലേഷൻ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. By the hinged articulation of dactylus to side of propodes a pencil like apparatus. അപ്പം it helps in grasping ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ഹിഞ്ച്ഡ് ആർട്ടിക്കുലേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. ഇത് വാക്കിങ്ങിനും ഹെൽപ്പാണ്, വാക്കിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാക്കിംഗ് ലെഗ്സ് ആണല്ലോ. അപ്പം കീലേറ്റൽ ലെഗ്സിന് 2 ഫങ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫുഡിനെ ഗ്രാസ്പ് ചെയ്യാനും മൗത്തിലേക്ക് നമുക്ക് എൻഗൾഫ് ചെയ്യാനുമാണ്. പിന്നെ വരുന്നത് വാക്കിങ്ങിനുമാണ്. 2 ഫങ്ഷൻസാണ് ഈ കീലേറ്റൽ ലെഗ്സിനുള്ളത്. അടുത്തെന്ന് പറയുന്നത് നോൺ കീലേറ്റൽ ലെഗ്സ് ആണ്. നോൺ കീലേറ്റൽ ലെഗ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, അവർ നോൺ കീലേറ്റ് എന്ന് പറയുന്നതിൻ്റെ കാരണം അവർക്ക് എപ്പിപോഡൈറ്റ്സ് ഒക്കെ ആബ്സെൻ്റ് ആണ്. എപ്പിപോഡൈറ്റ്സും ആബ്സെൻ്റ് ആണ്. അത് മാത്രമല്ല നോൺ കീലേറ്റൽ ലെഗ്സ് വാക്കിങ്ങിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഫുഡിൻ്റെ ക്യാപ്ചറിങ്ങിനൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഫിഗർ നമ്മൾ വരയ്ക്കുമ്പോൾ പ്രോട്ടോപോഡൈറ്റ് അതുപോലെ തന്നെ 2 വരച്ചു. പക്ഷേ അവിടെ എപ്പിപോഡൈറ്റ് വരയ്ക്കേണ്ട, എപ്പിപോഡൈറ്റ് ആബ്സെൻ്റ് ആണ്. പിന്നെ എൻഡോപോഡൈറ്റിൻ്റെ സ്ട്രക്ചർ ആയിട്ടുള്ള ഏത് വരയ്ക്കണം, നമ്മുടെ ഈ ഇഷിയവും മീറസും കാർപ്പസും പ്രൊപ്പോഡസും ഒക്കെ വരയ്ക്കണം. അപ്പം കീലേറ്റ് ആർട്ടിക്കുലേഷൻ ഒന്നും അവിടെ കാണിക്കുന്നില്ല. ഡാക്റ്റിലസും പ്രൊപ്പോഡസും കീലേറ്റ് ആർട്ടിക്കുലേഷൻ കാണിക്കുന്നില്ല. നല്ല നേരെയായിട്ടുള്ള നല്ല എന്താണ് സെഗ്മെൻറ്റ്സ് പോഡോമീസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അല്ലാതെ ആർട്ടിക്കുലേഷൻ ഒന്നും അവിടെ ഫോം ചെയ്യുന്നില്ല. എപ്പിപോഡൈറ്റ്സ് ആബ്സെൻറ്റുമാണ്. അപ്പോൾ നമ്മൾ എപ്പിപോഡൈറ്റ്സ് വരയ്ക്കത്തുമില്ല. പിന്നെ എക്സോപോഡൈറ്റ് ഉണ്ട്. എക്സോപോഡൈറ്റ് ജസ്റ്റ് ഒരു ഫെദറി ആയിട്ടുള്ള അപ്പിയറൻസ് ആയിട്ടാണ് എക്സോപോഡൈറ്റ് ഉള്ളത്. നമ്മൾ എക്സോപോഡൈറ്റും വരയ്ക്കും. എൻഡോപോഡൈറ്റ് ആണെങ്കിൽ 5 പോഡോമീസ് ആണ് ഉള്ളത്. പക്ഷേ എപ്പിപോഡൈറ്റ് ആബ്സെൻറ്റുമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കീലേറ്റൽ ലെഗ്സിലും എക്സോപോഡൈറ്റ് ഉണ്ട് കേട്ടോ. എക്സോപോഡൈറ്റ് നമ്മൾ കണ്ടില്ലേ, പ്രോട്ടോപോഡൈറ്റിൻ്റെ ആ ഒരു ഡിസ്റ്റൽ ബേസിസ് റീജിയനിൽ എൻഡോപോഡൈറ്റ് പോയതുപോലെ, എൻഡോപോഡൈറ്റ് പോഡോമീസ് ആയിട്ട് പോയതുപോലെ എക്സോപോഡൈറ്റും ഒരു ഫെദറി ആയിട്ടുള്ള ഒരു അപ്പിയറൻസിൽ ഒരു ചെറിയൊരു സ്ട്രക്ചറായിട്ടുണ്ട്. അപ്പോൾ അതാണ് എക്സോപോഡൈറ്റ്. നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലായിരുന്നു, അതും വരയ്ക്കണം. പിന്നെ എക്സോപോഡൈറ്റ് ആ ഒരു സെയിം സ്ട്രക്ചർ തന്നെയാണ് നോൺ കീലേറ്റൽ ലെഗ്സിലും വരുന്നത്. പക്ഷേ അവിടെ എന്തില്ല, നോൺ കീലേറ്റൽ ലെഗ്സിലാണെങ്കിൽ എപ്പിപോഡൈറ്റ് ആബ്സെൻ്റ് ആണ്. അതുകൊണ്ടാണ് അവർ നോൺ കീലേറ്റൽ ലെഗ്സ് എന്ന് പറയുന്നത്. ഇവർ വാക്കിങ്ങിന് വേണ്ടിയാണ് ഈ നോൺ കീലേറ്റൽ ലെഗ്സ്, ഫുഡിൻ്റെ ക്യാപ്ചറിങ്ങിനൊന്നും യൂസ് ചെയ്യുന്നില്ല. നോട്ട് നോക്കുവാണെങ്കിൽ നോൺ കീലേറ്റൽ ലെഗ്സിൽ ഡാക്റ്റിലസും പ്രൊപ്പോഡസ് ഡു നോട്ട് ഫോം കീലേറ്റ് ആർട്ടിക്കുലേഷൻ. എപ്പിപോഡൈറ്റ് ഈസ് ആബ്സെൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാക്കിംഗ് ഓൺലി ആൻഡ് നോട്ട് ഫോർ ദി ഫുഡ് ക്യാപ്ചറിങ്. ഓക്കെ, അപ്പം ഇതാണ് നോൺ കീലേറ്റൽ ലെഗ്സും കീലേറ്റൽ ലെഗ്സും. അപ്പം നമ്മൾ തൊറാക്സിക് അപ്പൻഡേജസിലെ ഫസ്റ്റ് മാക്സിലിപിഡും സെക്കൻഡ് മാക്സിലിപിഡും തേർഡ് മാക്സിലിപിഡും കീലേറ്റൽ ലെഗ്സും നോൺ കീലേറ്റൽ ലെഗ്സും വരയ്ക്കാനും എഴുതാനും പഠിച്ചു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റേ അപ്പൻഡേജ് നോക്കാം, പിന്നെ അതിൻ്റെ സിസ്റ്റംസൊക്കെ നോക്കാം. അപ്പം സ്റ്റേ ട്യൂൺഡ്, നല്ലപോലെ പഠിക്കുക. സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. ബാക്കി 2 വീഡിയോസ് നോക്കുക. നമുക്ക് PENAEUS എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സ്റ്റഡി വെൽ. താങ്ക് യു സോ മച്ച്. സീ സൂൺ.